നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക. വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പ് തോന്നും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല. പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും മേരീസ് ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ സങ്കടങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. അമ്മയുടെ തിരുമുൻപിൽ ഞങ്ങളുടെ ജീവിതഭാരങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയ്ക്ക് കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിവാഹ തടസ്സം, ഉറക്കമില്ലായ്മ, കുടുംബസമാധാനം നഷ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിക്കുന്നവർ, ഒറ്റപ്പെട്ടു പോയവർ, പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും അമ്മയുടെ പരിപാലനയിൽ ഭരമേൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാ മക്കളുടെയും സങ്കടങ്ങളിൽ അത്ഭുതകരമായ സഹായവും കരുതലുള്ള സ്നേഹവും നൽകി ആശ്വസിപ്പിക്കണമേ എന്ന് അമ്മയോടും പ്രിയപുത്രൻ ഈശോയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ഞങ്ങൾ സ്നേഹിക്കുന്നു. ലോകത്തിന്റെ മുഴുവൻ അമ്മയായി ഈശോനാഥൻ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ കന്യകാ മറിയത്തെ ഭക്തിപൂർവം ഞങ്ങൾ വണങ്ങുന്നു. അമ്മേ മാതാവേ, കരുണയുടെയും വാത്സല്യത്തിന്റെയും നിറദീപമായി ഞങ്ങളിൽ എന്നും വസിക്കണമേ. അപ്പോൾ അമ്മയുടെ യോഗ്യരായ മക്കളാകുവാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്നുപോയ സ്നേഹരാഹിത്യങ്ങളും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും സംസാരത്താൽ വന്നുപോയ വീഴ്ചകളും മറ്റെല്ലാ പാപബന്ധനങ്ങളും ഞങ്ങളിൽ നിന്നും എല്ലാ കുടുംബങ്ങളിൽ നിന്നും വേരോടെ പിഴുതെറിയണമേ. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും അമ്മ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഭാരപ്പെടുത്തുന്ന ഞെരുക്കങ്ങളുടെയും തകർച്ചകളുടെയും നടുവിലും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കാനും പ്രത്യാശയോടെ അമ്മയുടെ സഹായം തേടുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ എല്ലാ കാലത്തും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അമ്മ പരിശീലിപ്പിക്കണമേ. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവും സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നതുമായ ഒരു തലമുറ സൃഷ്ടിക്കപ്പെടാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരുടെയും ശിരസിൽ
അമ്മയുടെ കരം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മയുടെ അഭിഷേകത്താൽ ഞങ്ങളെ പൂരിതരാക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും അമ്മ സ്വീകരിക്കണമേ. ദിവ്യകുമാരന് കാഴ്ചവെച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എല്ലാ അപേക്ഷകളും സാധിച്ചു തരുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവമാതാവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുമെന്നും ഇപ്പോഴത്തെ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും മാറ്റിത്തരുമെന്നും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുമെന്നും അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ചെയ്തുപോയ ഞങ്ങളുടെ പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് പറയുന്നു. ചെയ്ത ഒരു പാപവും ആവർത്തിക്കുവാൻ അമ്മ ഞങ്ങളെ അനുവദിക്കരുതേ. അതിനായി അമ്മയുടെ സഹായം യാചിക്കുകയും ആ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏറ്റവും ദയയുള്ള മാതാവേ, ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും യാചനകളും സാധിച്ചു തരണമേ. ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന് സ്വീകാര്യരായ മക്കളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവകാശവും അതിനുള്ള യോഗ്യതയും നേടിത്തരണമെന്ന് ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മേ മാതാവേ, ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും വിലാപങ്ങളിലും ആശ്വാസത്തിന്റെ കാറ്റായി അമ്മ കൂടെ നിൽക്കണമേ. ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രതിസന്ധികളിലേക്കും പ്രാരാബ്ധങ്ങളിലേക്കും പ്രകടമാക്കണമേ. അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാകുമ്പോൾ അമ്മയുടെ മുൻപിൽ വന്ന് കരയുവാനല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് അമ്മ അറിയണമേ. അമ്മയുടെ സഹനങ്ങളാലും രക്തക്കണ്ണീരാലും ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ബലപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ.